ശ്രീ സജീവൻ, ഇത്തരം സാമൂഹ്യ വിപത്തുകൾക്കെതിരെ പ്രതികരിക്കാതെ, പ്രതിഷേധിക്കാതെ, ഇപ്പോൾ ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വാക്യത്തെ കടമെടുത്തുകൊണ്ട് ഇതിനോടൊന്നും ഇടപെടാതെ, എൻഗേജ് ചെയ്യാതെ വിസ്മയിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് പോകാൻ അദ്ദേഹത്തിനോ കേരളത്തിലെ UDFനോ കഴിയുമോ? ഇല്ല, അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അവര് സ്വയം കൃതാർത്ഥം ഉണ്ടാക്കുകയാണ്. കാരണം ഇത് വളരെ കൃത്യമായ അജണ്ടയോട് കൂടിയിട്ടാണ് ഈ സംഘപരിവാർ മുന്നോട്ടേക്ക് നീങ്ങുന്നത്. അതിന് അവർ ഓരോ ഗവർണർമാരെയും മറ്റു പല ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന ആളുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും ഭീകരമായ നഷ്ടമുണ്ട്. ജനാധിപത്യം തകരുകയാണ്. എന്തായാലും കോൺഗ്രസ് ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. അവരങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് അവർക്ക് തന്നെയായിരിക്കും, എതിർക്കാതെ മാറി നിന്നാൽ അവർക്ക് തന്നെയായിരിക്കും ആദ്യത്തെ നാശമുണ്ടാവുക. ഇതേപോലെയാണ് മറ്റിപ്പം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം മാറ്റി വെച്ചാൽ മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികളില്ലേ, അവരൊക്കെ ഇത്രയും കടുത്ത ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടി ഭരണഘടനാ സ്ഥാപനത്തിൽ, ഉന്നതമായ ഭരണഘടനാ സ്ഥാപനത്തിരിക്കുന്ന ഒരാൾ ചെയ്യുമ്പോൾ അതിനെതിരെ വാക്കുകൊണ്ടെങ്കിലും, ഇതേപോലെ രംഗത്തിറങ്ങണമെന്നില്ല, മുദ്രാവാക്യം വിളിക്കണം, വാക്കുകൊണ്ടെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ പിന്നീട് ഈ രാജ്യത്തിന്റെ തകർച്ചയിൽ അതിലെ പങ്കാളിത്തം, അതിന് കാരണക്കാരായവരിൽ ഒരാളായിട്ട് അവർ അത്തരം ആളുകൾ കൂടി എണ്ണപ്പെടുന്ന ഒരു അവസ്ഥ വരും. പ്രതികരിക്കാൻ രംഗത്ത് വരാത്ത അതിന് സഹായിക്കുകയാണല്ലോ ചെയ്യുക. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഇപ്പോൾ മൗനം പാലിച്ചുകൊണ്ട് ഞങ്ങളൊന്നും ഇതിൽ രംഗത്തേക്കില്ല, മറ്റുള്ളവരായിക്കോട്ടെ, അടികൊള്ളേണ്ട അവരല്ലേ എന്ന രീതിയിലേക്ക് മാറി നിൽക്കുന്നത് ജനാധിപത്യത്തോട്, മതേതരത്വത്തോട്, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനോടൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയായിട്ട് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.